പ്രവാസികളുടെ സ്വപ്നഭൂമിയിൽ സ്വന്തം ഭവനം എന്ന ആഗ്രഹം ഇനി വെറും സ്വപ്നമായി മാറുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കുടിയേറ്റത്തിനായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന ഓസ്ട്രേലിയയിൽ ഇനി മുതൽ വിദേശികൾ സ്വന്തമായി വീട് വാങ്ങുന്നതിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. എന്നാൽ സർക്കാരിന്റെ ഈ പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്വന്തമായി വീട് വാങ്ങുന്നതിൽ നിന്ന് കുടിയേറ്റക്കാർക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ സർക്കാർ. കുടിയേറ്റക്കാർ ധാരാളമായി എത്തുന്നത് കാരണം വീടുകളുടെ ദൗർലഭ്യം ഓസ്ട്രേലിയയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് താമസിക്കുവാനുള്ള വീടുകൾ ആവശ്യത്തിന് ലഭിക്കാതായതോടെയാണ് ഈ പുതിയ തീരുമാനവുമായി ഓസ്ട്രേലിയയുടെ ഭവന വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. വരുന്ന ഏപ്രിൽ 1 തീയതി മുതൽ 2027 മാർച്ച് 31 വരെയാണ് വിദേശ കുടിയേറ്റക്കാർക്ക് സ്വന്തമായി വീടുകൾ വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധന കാലയളവ് നീട്ടണമോ എന്നുള്ള കാര്യം പിന്നീട് സർക്കാർ അവലോകനം നടത്തിയതിനു ശേഷം തീരുമാനമെടുക്കും. ഒരു വീട് പണിയുക അല്ലെങ്കിൽ വീട് വാങ്ങുക എന്നത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ കാര്യമാണ്. സ്വന്തമായി വീട് വാങ്ങുക എന്നുള്ളത് പലർക്കും താങ്ങാനാകാത്ത സാഹചര്യവുമുണ്ട്. കുത്തനെ ഉയരുന്ന ജീവിത ചെലവും അതിനൊപ്പം ഭവന വില ഉയരുന്നതും കാരണം യുവ വോട്ടർമാർ ഭരണകക്ഷിക്ക് എതിരാകുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ ഉത്തരവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ സിഡ്നിയിൽ മാത്രം വീടുകളുടെ വില കഴിഞ്ഞ 10 വർഷത്തിനിടെ 70% വർദ്ധിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ ശരാശരി 6 കോടി രൂപയിലേറെ മുടക്കേണ്ടി വരും. ഇതിനു പുറമെ ഇപ്പോൾ വീടുകളുടെ വാടകയും ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഓസ്ട്രേലിയക്കാർക്ക് സ്വന്തമായി വീട് വയ്ക്കാൻ പോലും സൗകര്യമില്ലാതിരിക്കുകയും വിദേശത്തു നിന്നുള്ള കുടിയേറ്റക്കാർ ഓസ്ട്രേലിയയിൽ സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് ആസ്തികൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. 2023 ജൂൺ 30 അവസാനിച്ച് 12 മാസത്തിനുള്ളിൽ വിദേശ നിക്ഷേപകർ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി, വാസസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടെ 27,000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് സൗകര്യങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഭൂമിയിലെല്ലാം വീടുകൾ നിർമ്മിച്ച് വിൽക്കാമെന്ന് കണക്ക് കൂട്ടിയിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്കുണ്ടായിരിക്കുന്ന കനത്ത തിരിച്ചടി കൂടിയാണ് സർക്കാരിന്റെ ഈ തീരുമാനം.